എഫേസ്യർക്ക് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ 3:12. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഒന്നുകൂടെ വായിച്ച്. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക്, ഹല്ലേലൂയ, നമുക്കെല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടെന്നാണ് ആ വാക്യത്തിന്റെ ലളിതമായ വ്യാഖ്യാനം. മനസ്സിലായോ? കർത്താവിലൂടെ പിതാവായ ദൈവത്തിങ്കലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ പ്രവേശിക്കുവാനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നു. പൗലോസ് ആധികാരികമായി ഇത് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ജാതികളായിട്ടുള്ളവരോടാണ്. സ്തോത്രം. ജാതികളായിട്ടുള്ളവരോടാണ് പൗലോസ് ആധികാരികമായി പറയുന്നത്. ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന്, ഹല്ലേലൂയ, നിങ്ങൾക്കെല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ധൈര്യം പൂണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് മറ്റൊരിടത്ത് പറഞ്ഞത്, ഹല്ലേലൂയ, സമയഭേദം കൂടാതെ ഏതു സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ മഹാപുരോഹിതനാകുന്ന ക്രിസ്തു മുഖാന്തരം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹല്ലേലൂയ, അതാണ് ഈ വാക്യത്തിന്റെ ലളിതമായ വ്യാഖ്യാനം. നമുക്കറിയാം, ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന പുസ്തകമാണ് എഫേസ്യർ ലേഖനം. ലേഖനങ്ങളിൽ ചരിത്രകാരന്മാരുടെ ഇടയിൽ വളരെയധികം സ്വാധീനമുള്ള ലേഖനമാണ് എഫേസ്യർ ലേഖനം. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത്. 5 കാര്യങ്ങൾ. പൗലോസ് അത് വ്യക്തമായിട്ട്, ഹല്ലേലൂയ, ആ ജനത്തിനെ പറഞ്ഞ്, താൻ നേടിയെടുത്ത, ക്രിസ്തുവിലൂടെ നേടിയെടുത്ത ജനത്തിനോട് താൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗങ്ങൾ. ഹല്ലേലൂയ, ഒരുപാട് ഉപദേശങ്ങൾ ഈ പുസ്തകത്തിന്റെ അകത്ത്, എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. എന്തുവാ? ക്രിസ്തുവിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. ഒരാമേൻ എത്ര പേര് പറയും? ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിനെ ഏറ്റെടുത്ത, കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആമേൻ, ആമേൻ. അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഏതൊക്കെ സാഹചര്യങ്ങൾ മുറിവേൽപ്പിച്ചാലും, ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാലും, ഹല്ലേലൂയ, സഭയോട്, ഹല്ലേലൂയ, പൗലോസ് പറയുന്ന ഒന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ്, നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഏതൊക്കെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയാലും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയുണ്ട്. ചേർന്ന് എത്ര പേര് ആമേൻ?
ഹല്ലേലൂയ. ഇപ്പോൾ കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും നീ വിശ്വസിക്കുക, അതിനെ മാറ്റി, അതിനെ തിരുത്തി ഒരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ക്രിസ്തുവിലൂടെ നമ്മക്കുണ്ടെന്നുള്ളതാണ് ഒന്നാമത് പൗലോസ് അവരെ പഠിപ്പിച്ചു. രണ്ടാമത് പൗലോസ് അവരോട് പറയുന്നത് നിങ്ങളുടെ ഐക്യം സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന നിങ്ങൾ നിങ്ങളുടെ ഐക്യതയെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. ഐക്യതയെ ഇല്ലാതാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഐക്യതയെ സൂക്ഷിക്കുക എന്ന് പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത് പറയുന്നത് നിങ്ങൾ ആത്മീയ ഉത്സാഹമുള്ളവരായിരിക്കണം. മൂന്നാമത് എഫെസ്യ ലേഖനത്തിലൂടെ പൗലോസ് സഭയെ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ആത്മീയ ഉത്സാഹം ഉള്ളവർ ആയിരിക്കണം. ആമേൻ. നിങ്ങളുടെ ആത്മീയതയ്ക്ക് മന്ദത പിടിക്കരുത്. നിങ്ങളുടെ ആത്മീയത അലസമാകരുത്. നിങ്ങളുടെ ആത്മീയതയെ നിങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ആത്മീയതയെ നിങ്ങൾ ഇല്ലാതാക്കരുത്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആത്മീയതയിൽ ഒരു ഉത്സാഹം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. ഇന്നത്തെ പെന്തക്കോസ്തിൽ ആത്മീയ ഉത്സാഹം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അല്ലെങ്കിൽ ഒരുവൻ ആത്മീയമായി ഉണർവിൽ വന്നാല് അവനെ എങ്ങനെങ്കിലും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ആത്മീയ ഉത്സാഹം കൈവിടരുത്. പ്രൈസ് ദി ലോർഡ്. നാലാമത് പറയുന്നത് ക്രിസ്തുവിനും ക്രിസ്തുവിനുള്ള വിശ്വാസത്തിനു വേണ്ടിയിട്ടും നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വിശ്വാസത്തിനും, കണ്ടോ, ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ വിശ്വാസത്തിനു വേണ്ടിയും നിങ്ങൾ എന്നും ഉറച്ചു നിൽക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ പ്രതിയോഗികൾ വന്നാലും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ വിശ്വാസത്തിനു വേണ്ടിയും നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഓ കൃപ കൃപ കൃപ. ആ മേഖലയെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. പ്രാർത്ഥിച്ചോണം കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിന്റെ വിശ്വാസത്തിനു വേണ്ടിയും എന്തൊക്കെ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, എന്തൊക്കെ നിന്ദകൾ വന്നാലും, എന്തൊക്കെ അപമാനങ്ങൾ വന്നാലും നിങ്ങൾ അതിനു വേണ്ടി ഉറച്ചു നിൽക്കണം. അതാ പഠിപ്പിക്കുന്നേ. ക്രൈസ്തവ ഒരു കാരണവശാലും ക്രിസ്തുവിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും നിങ്ങൾ പിന്മാറിപ്പോകരുത്. അഞ്ചാമതായി പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ ഉള്ള ദൈവ പദ്ധതിയാണ് സഭയ്ക്ക്. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് ക്രിസ്തുവിലൂടെ ഉള്ള ദൈവ പദ്ധതിയെയാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട സഭയെ, വേർതിരിക്കപ്പെട്ട സഭയെ നിങ്ങൾ ഹല്ലേലൂയ നിസ്സാരക്കാരല്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ ലോകത്തിൽ നമ്മൾ ചെറിയവരായിരിക്കും, ഈ ലോകത്തിൽ നമ്മൾ നിസ്സാരക്കാരായിരിക്കും. പക്ഷെ പൗലോസ് എഫെസ്യ ലേഖനത്തിലൂടെ സഭയോട് പറയുക, നിങ്ങളെ കുറിച്ച് വലിയൊരു ദൈവ പദ്ധതിയുണ്ട്. ഒരാമേൻ എത്ര പേര് പറയും? ക്രിസ്തുവിലൂടെ നിങ്ങളെ കുറിച്ച് ഒരാഴമേറിയ ദൈവ പദ്ധതി മറഞ്ഞു കിടക്കുന്നു. സ്തോത്രം ചെയ്യുക. നിന്ദകൾ, പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, വിലയില്ലായ്മയൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് നോക്കിയിട്ട് പറയണം, ഇവര് പറയുന്നത് പോലെ അല്ല, ക്രിസ്തുവിലൂടെ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും വലിയ ഒരു ദൈവ പദ്ധതി മറഞ്ഞു കിടക്കുന്നു. ഇതൊന്നും ദൂതല്ല, ഇതൊക്കെ എഫെസ്യ ലേഖനത്തെ പൗലോസ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇന്നത്തെ ദൂതല്ല. സ്തോത്രം. 3-ാം അധ്യായം. ഈ 5 വിധ
കാര്യങ്ങളാണ് പൗലോസ് സഭയോട് ഉണർത്തിക്കുന്നത്. അത് വിശുദ്ധീകരിക്കേണ്ട, വിവരിക്കേണ്ട 5 പ്രസംഗങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ദൂത് അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുക, നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. 3-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യശകലമാണ് നമ്മൾ വായിച്ചത്. അല്ലെ, 3-ാം അധ്യായത്തിൽ പൗലോസ് പ്രധാനമായി പറയുന്ന കാര്യം, ഹല്ലേലൂയ, എനിക്ക് ഒരു മർമ്മം വെളിപ്പെട്ട് തന്നിരിക്കുന്നു. ഒരാമേൻ എത്ര പേര് പറയും? 3-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്കൊരു മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, പ്രവാചകന്മാർക്ക് മറഞ്ഞത്. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ ആരംഭം മുതൽ അവസാനം വരെ പ്രവചിച്ച യെശയ്യാവിന് പോലും മറഞ്ഞത്, പ്രവാചകന്മാർക്ക് മറഞ്ഞത്, ദർശകന്മാർക്ക് മറഞ്ഞത്, പ്രാർത്ഥിക്കുന്നവർക്ക് മറഞ്ഞത്, ഹല്ലേലൂയ പഴയ നിയമ ശക്തന്മാരാകുന്ന ഭക്തന്മാർക്ക് മറഞ്ഞത്, അതിൽ ആർക്കും വെളിപ്പെടുത്താത്ത ഒരു മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതാ 3-ാം അധ്യായത്തിൽ പൗലോസ് ആധികാരികമായി പറയുന്നത്, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തോടെ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവർക്കും എല്ലാം വെളിപ്പെട്ടില്ലെങ്കിലും വെളിപ്പെടേണ്ടതിനെ കൃത്യമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും എല്ലാം മറയത്തില്ല. ദൈവം വെളിപ്പെടുത്തേണ്ട കാര്യങ്ങളെ വെളിപ്പെടുത്തേണ്ടവനെ ദൈവം വെളിപ്പെടുത്തി തരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്തായിരുന്നു ആ മർമ്മം? അല്ലെങ്കിൽ അത് പറഞ്ഞെങ്കിലേ ദൂതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പൗലോസിന്റെ മേൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ മർമ്മപ്രധാനമായ ശുശ്രൂഷയാണ്. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യശകലം വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച. അപ്പം പൗലോസ് നിങ്ങൾക്കായി എന്ന് പൗലോസ് പറയുന്നത് വിജാതിയരെ കുറിച്ചാണ്. ഹല്ലേലൂയ, സ്തോത്രം. ജാതികളാകുന്ന മനുഷ്യർ, യഹൂദന്മാർ അല്ലാത്തവർ, അവരെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നിങ്ങളെ കുറിച്ച് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. മലയാളത്തിൽ വ്യവസ്ഥ, ഗ്രീക്കിൽ കാര്യസ്ഥത എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കാര്യസ്ഥത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജാതികൾക്ക് കൊടുക്കേണ്ട തന്റെ മേൽ ദൈവം പകർന്ന കൃപ, ഹല്ലേലൂയ, ഒരു കാര്യസ്ഥനെ ഉടമസ്ഥൻ ഏൽപ്പിച്ചതുപോലെ. മനസ്സിലാക്കണേ, ഒരു കാര്യസ്ഥനെ ഉടമസ്ഥൻ ഏൽപ്പിച്ചതുപോലെ ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ പൗലോസിന്റെ മേൽ ദൈവം പകർന്നത് ജാതികളുടെ നടുവിൽ സുവിശേഷം അറിയിക്കാനാണ്. അത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ജാതികളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ഈ ജാതികളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പൗലോസിന്റെ മേൽ ദൈവം പകർന്ന കൃപയ്ക്കകത്ത് പൗലോസിന് പ്രാപിക്കുവാൻ കഴിഞ്ഞ ആഴമേറിയ ഒരു കാര്യമാണ് മറഞ്ഞുകിടന്ന, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ഒരു മർമ്മം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ ഞാൻ ജാതികളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ചെയ്തപ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ, അനാദികാലം മുതൽ ആർക്കും വെളിപ്പെടാതെ കടന്ന മർമ്മം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. സ്തോത്രം. നമുക്കറിയാം, ആദാം മുതൽ ഇങ്ങോട്ടുള്ള ജനറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ
അവരെല്ലാം സ്ഥാനം തെറ്റിക്കിടക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വീണ്ടെടുപ്പിന് വേണ്ടി പ്രതീക്ഷയോടെ കിടക്കുന്നവരാണ് അവർ, അല്ലെ? സ്തോത്രം. അവരെ ദൈവമാക്കി വെച്ച സ്ഥാനത്ത് അവരെ അവിശ്വസ്തരായി പോയപ്പോൾ അവർക്ക് എന്തു സംഭവിച്ചു? അവർ പാപത്തിലേക്ക് വീഴുവാനിടയായി തീർന്നു. അവരെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് അവര് മാറിപ്പോകുവാനിടയായി തീർന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ഇരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് വലിയ വീഴ്ചയിലേക്ക് വീഴുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് 3-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി, വായിക്കുമ്പോൾ അത് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദാമും ആദാമിക ജനറേഷൻസ് എല്ലാം വലിയ വീഴ്ചയിലേക്ക് അകപ്പതിക്കുവാനിടയായി തീർന്നു. എന്താ കാരണം? പാപമാണ് കാരണം. അല്ലെ, ഇവരെയെല്ലാം യഥാസ്ഥാനപ്പെടുത്തണം, ഇവരെയെല്ലാം തിരികെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ജനത്തിന്റെ മേൽ വരേണ്ടതിന് ദൈവം ഒരു ജാതിയനെ തെരഞ്ഞെടുത്തു. രാമേൻ എത്ര പേര് പറയും? ദൈവത്തിന് ഹല്ലേലൂയ, സ്തോത്രം, ഒരു ജാതിയനെ തെരഞ്ഞെടുക്കുവാൻ ദൈവം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഞാൻ മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മർമ്മം, ഒരു ജാതിയനെ ദൈവം എന്ത് ചെയ്തു? ദൈവം തെരഞ്ഞെടുത്തു. ജാതിയനിൽ നിന്നാണ് ദൈവത്തിന്റെ ജനം ഉണ്ടായത്. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ജനമുണ്ടായത് ഒരു ജാതിയനിൽ നിന്നാണ്. സ്തോത്രങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന, വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഊരെന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാം എന്ന് പറയുന്ന ഒരു ജാതീയ മനുഷ്യനിൽ നിന്നാണ് ദൈവത്തിന്റെ ജനമുണ്ടായി വരുന്നത്. ചേർന്ന് എത്ര പേര് ആമേൻ പറയും? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പലരും ആത്മനിയോഗത്തോടെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ജാതിയനിലൂടെ ദൈവജനത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വന്നു. ഒരു ജാതിയനിൽ നിന്നും ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വന്നു. പല പ്രവാചകന്മാരും അത് പ്രവചിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ജാതിയനിൽ നിന്നാണ് ദൈവജനത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വന്നത്. ഒരു ജാതിയന്റെ സന്തതിയിൽ നിന്നുമാണ് ദൈവമഹത്വം വെളിപ്പെട്ടു വന്നത്. അല്ലെങ്കിൽ അബ്രഹാമിൽ തുടങ്ങി, ഇസഹാക്കിൽ തുടങ്ങി, യാക്കോബിൽ തുടങ്ങി, യേശു ക്രിസ്തുവിൽ വന്ന് അവസാനിക്കുന്ന ഒരു പരമ്പരയെ കുറിച്ച് പ്രവാചകന്മാര് ഉദ്ധരിക്കാൻ മറന്നില്ല, പ്രവാചകന്മാര് പ്രവചിക്കാൻ മറന്നില്ല, പ്രവാചകന്മാർ വിളിച്ചു പറയാൻ മറന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഹല്ലേലൂയ, പ്രവാചകന്മാരിലൂടെ പ്രവചന ശബ്ദങ്ങൾ ഉയർന്നു. എന്നാൽ ആ പ്രവാചകന്മാർക്ക് ആർക്കും വെളിപ്പെടാത്തൊരു മർമ്മം പൗലോസിന് വെളിപ്പെട്ടു. എന്താണെന്നറിയാമോ? ജാതിയനിൽ നിന്ന് ഒരു ജനത്തെ ദൈവം ഉത്ഭവിച്ചു. ദൈവത്തിന്റെ ജനം, അത് അബ്രഹാമിനോട് പറഞ്ഞത്, ഇസ്മായേൽ അല്ല നിന്റെ വാഗ്ദത്ത സന്തതി. അബ്രഹാം പറഞ്ഞു, ഇനിയും ഒരു സന്തതി ജനിക്കുവാൻ സാധ്യതയില്ല. ഇസ്മായേലിനെ എന്റെ സന്തതിയായിട്ട്, എന്റെ വാഗ്ദത്ത സന്തതിയായിട്ട് കാണാം, തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നോ, ഇസ്മായേലിനെ ഞാൻ വേറൊരു ജാതിയാക്കും. നിന്നിൽ നിന്നൊരു വാഗ്ദത്ത സന്തതി പുറപ്പെടും. ഇസ്മായേലിൽ നിന്നല്ല വാഗ്ദത്ത സന്തതി എന്ന് ദൈവം അറിയിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അബ്രഹാം പിതാവിലൂടെ വെളിപ്പെടുന്ന ദൈവജനത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചും ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും പ്രവാചകന്മാർ പ്രവചിച്ചെങ്കിലും
പ്രവാചകന്മാർ പ്രവചിച്ചെങ്കിലും അവർക്ക് വെളിപ്പെടാതെ കിടന്ന, അനാദികാലം മുതലേ ദൈവം മറച്ചുവെച്ച ഒരു മർമ്മമായിരുന്നു ഹല്ലേലൂയ സ്വന്തം ജനത്തിനുള്ള എല്ലാ പദവികളും, സ്വന്തം ജനത്തിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജാതികളിൽ നിന്ന് വീണ്ടെടുക്കുന്നവർക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? യേശുവിന്റെ നാമത്തിൽ ദൈവം ദത്തെടുത്തു എന്നാ പൗലോസ് ഒരിടത്ത് പറയുന്നത്. ദൈവം ദത്തെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ്, എന്താ മറഞ്ഞു കിടന്ന മർമ്മം എന്ന് പറഞ്ഞ എന്തുവാ? ഇതാണ് മർമ്മം. ഹല്ലേലൂയ, ജാതികളിൽ നിന്ന് ദൈവം ഒരുവനെ പുറത്തു കൊണ്ടുവന്നു. അവനിലൂടെ ദൈവത്തിന്റെ ജനം രൂപപ്പെട്ടു. ആ ജനത്തിന്റെ മേൽ വലിയ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം ചൊരിഞ്ഞു. പക്ഷെങ്കിൽ പൗലോസിന് ലഭിച്ച മർമ്മം ഇത് യഹൂദാ ജനത്തിന് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട ജാതികൾക്കും യഹൂദന്മാർക്കുള്ള അതേ പദവിയും യഹൂദന്മാർക്കുള്ള അതേ അനുഗ്രഹങ്ങളും യഹൂദന്മാർക്കുള്ള അതേ വിലയും ജാതികൾക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഓ സ്തോത്രം! എത്ര പേർക്ക് അതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ ഇതിന്റെ ആഴവും മനസ്സിലാക്കി നിങ്ങൾക്ക് നന്ദി പറയണമെങ്കിൽ, നിങ്ങൾ ആ ജാതിയിൽ നിങ്ങളെ കണ്ടാൽ മതി. ആ ജാതി ഞാനാണ്, ആ ജാതിയിൽ വീണ്ടെടുക്കപ്പെട്ടത് ഞാനാണ്, ആ ജാതിയിൽ വീണ്ടെടുക്കപ്പെട്ടത് ഞാനാണെന്ന് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ മർമ്മത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് പകലിൽ ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാ, ജാതിയിൽ നിന്ന് തന്റെ ജനമാക്കി ഒരുവനെ മാറ്റുവാനും തന്റെ ജനത്തിന് അനുഗ്രഹം പകരുവാനും ദൈവം തീരുമാനിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്നവർക്ക് എന്റെ ദൈവം അതേ പദവിയും അതേ അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ചു. ഒറ്റ വാക്കി പറഞ്ഞ, യഹൂദന്മാർക്കുള്ള അതേ അനുഗ്രഹം, യഹൂദന്മാർക്കുള്ള അതേ പദവി വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിനക്കും ഉണ്ടെന്നുള്ള മർമ്മമാണ് ദൈവം വെളിപ്പെടുത്തിയത്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ജനമാണ് ഇസ്രായേൽ ജനം. ഇന്നും പശ്ചിമേഷ്യയിൽ യുദ്ധങ്ങൾ നടക്കുന്നത് നമുക്കറിയാം. അല്ല, യഹൂദന്റെ ബുദ്ധി എന്ന് പറയുന്നത് സകല മനുഷ്യനെക്കാട്ടിലും ബുദ്ധിയുള്ളവനാണ്. ഇസ്രായേലിൽ നിന്നാണ് സകലതും ഉണ്ടായി വരുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യഹൂദനെ ദൈവം അനുഗ്രഹിച്ച ജനമാണ്, യഹൂദനെ ദൈവം വർദ്ധിപ്പിച്ച ജനമാണ്, യഹൂദനെ ദൈവം മാനിച്ച ജനമാണ്. പക്ഷെ ദൈവം പറയുന്നു, ആ ജനത്തിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജാതികളുടെ മേൽ കൈമാറുമെന്നുള്ളതാണ് ദൈവം അറിയിച്ച മർമ്മം. ഓ കൃപ! എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഒരിക്കൽ യഹൂദ ജനത്തിനെതിരെ, ഇസ്രായേലിനെതിരെ യുദ്ധങ്ങൾ ഉണ്ടായി. ശക്തമായി മുസ്ലിം രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ യാതൊരുവിധ കാര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല, എല്ലാം ഞങ്ങൾ ഹല്ലേലൂയ ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിഷേധിക്കുന്നു, ഉപേക്ഷിക്കത്തില്ലെന്ന് തീരുമാനമെടുത്തു. പക്ഷേ അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഫോണിന്റെ നിർമ്മാണത്തിൽ യഹൂദന്റെ തലയുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ, കാർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിനകത്തെല്ലാം യഹൂദന്റെ തലയുണ്ട്. യഹൂദന്മാരില്ലാത്തൊരു കാര്യമില്ല, യഹൂദന്മാരുടെ തലയുണ്ട് ഇതിനകത്തെല്ലാം. ഞാൻ പറഞ്ഞതിന്റെ സാരം, അല്ലെങ്കിൽ അത്രയും ദൈവം അനുഗ്രഹിച്ച ജനമാണ് യഹൂദ ജനം. ദൈവം അത്രയും അനുഗ്രഹിച്ച ജനമാണ് ഇസ്രായേൽ ജനം. പക്ഷേ പൗലോസിന് കിട്ടിയ മർമ്മം അതേ അനുഗ്രഹം, അതേ പദവികൾ,
അതേ വില യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജാതിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്ന എനിക്കും പ്രസംഗം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഹല്ലേലൂയ, ദൈവത്തിന്റെ പദവി, യഹൂദന്മാർക്കുള്ള പദവികൾ, യഹൂദന്മാർക്കുള്ള വില പോലെ വീണ്ടെടുക്കപ്പെട്ട സഭയെ നമ്മൾക്കുണ്ട്. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? സ്തോത്രം. അതാണ് പൗലോസിന് കിട്ടിയ മർമ്മം. ഇതൊരു പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല. യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങപ്പെട്ട അനുഗ്രഹങ്ങൾ, പദവികൾ ജാതികൾക്കും ദൈവം വേർതിരിച്ചു കൊടുക്കും. ഇനി നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. അല്ലെങ്കിൽ ധൈര്യപ്പെട്ട് ഒരു പ്രവേശനം, അതിന് 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ദൂത്. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അവിടെയാണ് ദൂത് ഉള്ളത്. സ്തോത്രം. 1, ക്രിസ്തുവിലുള്ള വിശ്വാസം. അതാണ് പൗലോസ് പറയുന്നത്. 1, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. നമുക്ക് പ്രവേശനമുണ്ട്. നമ്മൾ ധൈര്യപ്പെടണം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ 3 കാര്യങ്ങൾ. നമ്മുടെ മേൽ ദൈവം പകർന്ന കൃപ. പൗലോസ് പറയുന്നത്, എന്റെ മേൽ പകർന്ന കൃപ, ആ കൃപയാൽ നിങ്ങളെ വീണ്ടെടുക്കുകയാണ്. അതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3:16. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ തന്നെ, അവന്റെ നാമം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ചേർന്ന് രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. അവന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി എങ്ങനെ നടന്നു? അവന്റെ ബലഹീനതയിൽ എങ്ങനെ ബലം വന്നു? കൃപ. സ്തോത്രം. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അവന്റെ മേൽ എങ്ങനെ ബലം വന്നു? അവന്റെ ബലഹീനതയിൽ അവൻ എങ്ങനെ ശക്തിപ്പെട്ടു? ക്രൈസ്തലോട് അവന്റെ ബലഹീനത എങ്ങനെ മാറി? ഒറ്റ കാര്യമേ ഉള്ളൂ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി ഒരു വാക്യം കൂടെ വായിക്കണം. യാക്കോബിന്റെ ലേഖനം 2:22. അതുകൂടെ വായിച്ചാല് ദൂത് വെളിപ്പെടുത്താൻ പറ്റും. യാക്കോബ് 2:22. പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു. മതി. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ബലഹീന അനുഭവത്തിൽ നിന്ന് ബലപ്പെടുത്തുവാനുള്ള കാരണം ക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ല. പക്ഷേ വിശ്വാസത്തെ കുറിച്ച് യാക്കോബ് പറയുക, പ്രവൃത്തിയോടുകൂടിയ വിശ്വാസം. ഒരാമേൻ എത്ര പേര് പറയും? പ്രവൃത്തിയോട് കൂടിയ വിശ്വാസം. ഇന്ന് ഹല്ലേലൂയ, വിശ്വാസം ഉണ്ടെന്ന് പറയുന്നതിലല്ല കാര്യം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണം. പ്രവൃത്തിയോടുകൂടിയ വിശ്വാസം. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കിന്ന് അത്യാവശ്യം ഒരു നന്മ വേണം. ഇന്നൊരു ഹല്ലേലൂയ സാമ്പത്തിക നന്മ വേണം. നമ്മുടെ കയ്യിൽ എടുക്കുവാനില്ല. പക്ഷെ ദൈവം പറഞ്ഞു, സമയത്തിന് മുമ്പേ ഞാൻ തരും എന്ന് ദൈവം പറഞ്ഞെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ നമ്മൾ അതിനു മുമ്പേ ഹല്ലേലൂയ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല, ഹല്ലേലൂയ സംശയിച്ച് മറ്റു വഴികൾ തേടിപ്പോകുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ്.
അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി. ആമേൻ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തിയിൽ വിശ്വാസം വെളിപ്പെട്ടു വരണം. വിശ്വാസം വെളിപ്പെട്ടു വരണം. വിശ്വാസം വെളിപ്പെട്ടു വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, പ്രവർത്തിയുള്ള വിശ്വാസത്തിന് ഉടമസ്ഥയാണ് നീയെങ്കിൽ, ഞാൻ ഒന്നാമതൊരു ദൂത് പറയാൻ, തന്നിലെ ചില ബലഹീനത ബലപ്പെട്ടു വരും. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ഇപ്പോൾ ആരാധിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ മതി. അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു ദൂത് ദൈവം പറയാ, പ്രവർത്തിയോട് കൂടിയ വിശ്വാസം നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ, എന്നോട് ദൈവം പറയാ, ചില ബലഹീനത ഇന്ന് പകൽ അഴിയും. ചില ബലഹീനത ഇന്ന് പകൽ മാറും. ഓ, അവനിലുള്ള വിശ്വാസത്താൽ ഇവൻ ബലപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ വായിച്ചതുപോലെ, അവനിലുള്ള വിശ്വാസത്താൽ ഇവൻ ബലപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ വായിച്ചതുപോലെ, ഇന്ന് പകൽ ചില ബലഹീനതയെ ദൈവം വിശ്വാസത്തിന്റെ ശക്തിയാൽ തോടാൻ പോകുകയാണെന്ന് ആത്മാവിനോട് ഇടപെടുകയാണ്. ഓ ജീസസ്, ജീസസ്. ചില ബലഹീനത ഇന്നു പകൽ അഴിയും കേട്ടോ. എന്നോട് ദൈവം അത് ഇടപെടുക. ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ച്, ശക്തമായി ദൈവമക്കൾ പ്രാർത്ഥിച്ച്, ഇന്ന് പകൽ ചില ബലഹീനത അഴിയും. അവനിലുള്ള വിശ്വാസത്താൽ ഇവൻ ബലപ്പെട്ടു. അവനിലുള്ള വിശ്വാസത്താൽ ഇവൻ ബലപ്പെട്ടു. ദൈവനോട് പറയാ, ചിലരൊക്കെ മാനസികമായി തളർന്നിരിക്കുകയാ, ചിലരൊക്കെ ശാരീരികമായി തളർന്നിരിക്കുക. എന്താ കർത്താവിനോട് പറയുന്നു? ഇന്ന് അവനിലുള്ള വിശ്വാസത്തിന്റെ ശക്തി ഇതിന്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചു തുടങ്ങുമ്പോൾ, നിന്റെ മേൽ വ്യാപരിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ചില ബലഹീനതയുടെ നടുവിലേക്ക് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കൃപ വ്യാപരിക്കും. പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം, പ്രവൃത്തിയിലുള്ള വിശ്വാസം അകത്തുള്ളവരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:24. ഹല്ലേലൂയ. നിങ്ങളെ വിളിക്കുന്നവൻ മതി, വിശ്വസ്തനാകുന്നു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ. ഇന്ന് പകലിൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂത് ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാ. മാനസികമായി നിനക്ക് ബലം കുറവാണോ? ശാരീരികമായി നിനക്ക് ബലം കുറവാണോ? ഏതു മേഖലകളിലാണ് നീ ബലഹീനത അനുഭവിക്കുന്നത്? ഏതു മേഖലകളിലാണ് നിനക്ക് ക്ഷീണം തട്ടിയിരിക്കുന്നത്? ഏതു മേഖലകളിലാണ് നിനക്ക് അസ്വസ്ഥത വെളിപ്പെട്ടിരിക്കുന്നത്? നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവവൈതലാണെങ്കിൽ, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവവൈതലാണെങ്കിൽ, എന്നോട് ദൈവം ഇടപെടുകയാ. അവൻ നിന്നെ ഇന്നു പകൽ ബലപ്പെടുത്തും. ബലപ്പെടുത്തുവാനുള്ളൊരു ദൂത ദൈവം ഇടപെടുന്നത്. നീ വിളിച്ച ദൈവം, നീ വിശ്വസിച്ച ദൈവം, അവൻ വിശ്വസ്തനാണ്. അർത്ഥപ്രവാചകൽ പ്രവർത്തന, നിന്റെ കൂടെ നിൽക്കുന്നവർ മാറിപ്പോകും. നിന്നോട് ചേർന്ന് നിന്നവർ അകന്നു പോകും. നിന്റെ തോളോട് തോള് കൈയിട്ടവർ മാറിപ്പോകും. നിന്നെ ചേർത്തു പിടിച്ചവർ മാറി നിൽക്കും. എന്താ ദൈവനോട് ഇടപെടുന്നു? നീ വിശ്വസിച്ച ദൈവം വിശ്വസ്തനാണ്. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? പച്ച പുൽമേടിലാണെങ്കിലും സൂര്യന്റെ താഴ്വരയിലാണെങ്കിലും നീ വിശ്വസിക്കുന്ന ദൈവം നിനക്ക് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ നന്ദി പറയണം, നന്ദി പറയണം.
വിശ്വസിക്കുന്നവർ നന്ദി പറയണം. സൂര്യനിന്റെ താഴ്വരയിലാണെങ്കിലും പച്ച പുൽമേടിലാണെങ്കിലും നിന്റെ ഏതു ബലഹീനതയിലാണെങ്കിലും നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം നിനക്ക് വിശ്വസ്തനാണ്. ആരൊക്കെ നിന്നെ കൈവിട്ടാലും ആരൊക്കെ നിന്നെ മറന്നാലും ഇത് വ്യക്തിപരമായി ചിലരോട് ഇടപെടുന്ന ദൂതാണ്. വേദി ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ചേർത്തു പിടിക്കേണ്ടവർ ചേർത്തു പിടിക്കാതിരുന്നാലും എന്നോട് ദൈവം പറയുന്നു, നീ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനായി നിന്റെ കൂടെയുണ്ട്. ആ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക. നമുക്കത് അവസാനം പ്രാപിക്കാം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നതിനുള്ള ധൈര്യമാണ്. പൗലോസ് പറയുന്നു, പ്രാർത്ഥിക്കാൻ നിങ്ങൾ അധൈര്യപ്പെടരുത്. പ്രാർത്ഥിക്കുന്നതിനുള്ള ധൈര്യം. ക്രൈസ്തലോട് എന്നോട് കർത്താവ് ഇടപെട്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവസാനം പറയാം. അപ്പൊ രണ്ടാമത് പറയാം, പ്രാർത്ഥിക്കുന്നതിനുള്ള ധൈര്യം. ആമേൻ, ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ അധൈര്യപ്പെടരുത്. അധൈര്യപ്പെടരുത്. പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിക്കും. പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കും. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. പൗലോസ് പറയാം, പ്രാർത്ഥനയിൽ ധൈര്യം കുറയരുത്. അങ്ങനെ കുറയുന്ന ചിലരുണ്ട്. ഇന്ന് പകൽ വിടുതലാണ് അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആ വിഷയത്തിന് ഒരു വിടുതലുണ്ട്. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ചെന്നാൽ ചില വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല. ചില വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ ധൈര്യമില്ല. നീ വിശ്വസിക്ക്, ദൈവം ഇന്നത് അഴിക്കും. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു അസാധാരണ വിടുതൽ ദൈവം ഇന്ന് പകൽ അയക്കും. പ്രാർത്ഥിച്ചോളാം. പൗലോസ് പറയാ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. എന്തിനാണെന്നറിയാമോ? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങളാണ് അതിൻ്റെ അകത്ത് ദൂത് കിടക്കുന്നത്. പ്രാർത്ഥിക്കാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഫിലിപ്പിയർ 4-ന്റെ 5-ഉം 6-ഉം ഒന്ന് വായിച്ചേ. 5-6. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. 4-ന്റെ 5-ഉം 6-ഉം. വായിച്ചോ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കണം. സ്തോത്രം ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥനയിൽ ധൈര്യം കാണിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ പുറകോട്ട് പോകരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകണം. എന്നാ കാര്യം? പല വിചാരങ്ങൾ നിങ്ങൾക്കുണ്ട്. കൃപ കൃപ യേശുവിന്റെ നാമത്തിൽ എന്നോട് ദൈവം അത് ഇടപെടുകയാണ് കേട്ടോ. പല വിചാരങ്ങൾ നിന്റെ ഹൃദയത്തിലൂടെ കേറി ഇറങ്ങി നടക്കുക. പല ചിന്തകൾ നിന്റെ ഹൃദയത്തിലൂടെ കേറി ഇറങ്ങി നടക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാ പറയുക, പല വിചാരങ്ങളുണ്ട്. വിചാരങ്ങൾ സ്വാധീനിക്കാതിരിക്കാൻ, വിചാരങ്ങൾ നിന്നെ ഒതുക്കിക്കളയാതിരിക്കാൻ നീ പ്രാർത്ഥനയിൽ ധൈര്യപ്പെടണം. നീ പ്രാർത്ഥനയിൽ ധൈര്യപ്പെടണം. നിന്റെ ആവശ്യങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടരുത്. നിന്റെ ആവശ്യങ്ങളെ ഓർത്ത് നീ വിചാരപ്പെടരുത്. നിന്റെ ആവശ്യങ്ങളെ ഓർത്ത് നിന്റെ ഹൃദയം കലങ്ങരുത്. എല്ലാ വിഷയവും നീ പ്രാർത്ഥനയോടെ, നീ യാചനയോടെ, നീ സ്തോത്രത്തോടെ
ദൈവകരത്തിലേക്കും നൽകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ദൈവം എന്നോട് ഇടപെടുന്ന വെളിപ്പാട്, വിചാരങ്ങൾ ചില ഹൃദയങ്ങളെ അലട്ടുക. എങ്ങനെ 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 നടക്കും, എന്ത് സംഭവിക്കും എന്നുള്ള പലവിധ വിചാരങ്ങൾ അലട്ടുന്നത് ദൈവാത്മാവിൽ കണ്ടുകൊണ്ടാ പറയുന്നത്. വിചാരപ്പെടരുത്, പ്രാർത്ഥനയിൽ ധൈര്യപ്പെടും, പ്രാർത്ഥനയിൽ ധൈര്യപ്പെടും, പ്രാർത്ഥനയിൽ ധൈര്യപ്പെട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ധൈര്യപ്പെട്, പ്രാർത്ഥനയിൽ ധൈര്യപ്പെട് ദൈവമൈതലേ, പ്രാർത്ഥനയിൽ ധൈര്യപ്പെട് ദൈവമൈതലേ. നിന്റെ പ്രാർത്ഥന വെറുതെ ആയെന്നും നീ പറയരുത്, നിന്റെ പ്രാർത്ഥന വൃഥാവാണെന്നും നീ പറയരുത്. ദൈവം എന്നോട് പറയുന്നു, പ്രാർത്ഥനയിൽ ധൈര്യപ്പെട്. കാരണം പ്രാർത്ഥനയല്ലേ നിന്നെ ഇവിടെ വരെ എത്തിച്ചത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയല്ലേ നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. പല വിചാരങ്ങളിട്ട് നിന്റെ ഹൃദയത്തെ പിടിച്ച് ഞെരുക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നു, പ്രാർത്ഥനയിലെ ധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ മൂന്നാമത്തെ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്നൊരു ഉറപ്പ് നമുക്ക് വേണം. അതാ മൂന്നാമത്തെ കാര്യം പൗലോസ് പറഞ്ഞു. ഒന്ന്, ക്രിസ്തുവിലുള്ള വിശ്വാസം. രണ്ട്, പ്രാർത്ഥിക്കാനുള്ള ധൈര്യം. മൂന്ന്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇത് മൂന്നും നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കണം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ച് സഹായിക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10:19. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശീല, ആ തിരശീലയിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയ പുതുവഴി, നിത്യജീവൻ. ദേഹമെന്ന തിരശീല എന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന, ശരീരം ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി തന്റെ ശരീര യാഗമായി തീർത്തതിനെയാണ് പൗലോസ് എഴുതിയത് ദേഹമെന്ന തിരശീല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോ ദേഹമെന്ന തിരശീല ചീന്തി നമുക്കൊരു പുതുവഴി. ഒരാമേൻ എത്ര പേര് പറയും? 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 23. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. എന്നാ? വാഗ്ദത്തം നിന്നോട് ചെയ്തവൻ വിശ്വസ്തൻ. എത്ര പേര് ആമേൻ പറയും? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നും നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ വാതിൽ അടഞ്ഞിരിക്കത്തില്ലെന്നും നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ വഴി തുറക്കപ്പെടുമെന്നും പറഞ്ഞു വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്നു പകൽ ദൈവാത്മാവ് ഒരു ദൂത് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടുകയാ. സൂമിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് ദൈവം ഇടപെടുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന രീതിയിൽ മറുപടി തരുമെന്ന് പറഞ്ഞ ദൈവം ഇന്നും വിശ്വസ്തനായി ഈ പകൽ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്ന് നിപ്പുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. മറുപടി ഇല്ലാതെ നീ മടങ്ങത്തില്ല, മറുപടി ഇല്ലാതെ നീ പോകത്തില്ല, മറുപടി ഇല്ലാതെ നീ എഴുന്നേൽക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിനക്ക്
മറുപടി തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അഥരാജകൾ പ്രവർത്തനാദികെട്ടി വിശ്വസിക്കും. എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? ദൈവം എന്നോട് ഇടപെടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിച്ചോ ദൈവസന്നിധിയില്. പ്രാർത്ഥനയ്ക്ക് സ്വതം എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി ഇല്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി എനിക്കില്ലല്ലോ. ദൈവം എന്നോട് പറയാ, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനായി നിന്റെ കൂടെ നിൽപ്പുണ്ട്. നിന്റെ കൂടെ നിൽപ്പുണ്ട്. അവൻ ഇന്നു പകൽ ഇതിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അവന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ചേ. അല്പനേരം പ്രാർത്ഥിക്കാൻ ദൈവം നിയമിക്കാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ എന്നോട് ദൈവം ഇടപെടുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോവുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു പോവുക. ചില പ്രാർത്ഥന വിഷയത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം വെളിപ്പെടാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഈ ദൂതുകളെ ഒന്ന് ഏറ്റെടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദൂതുകളെ നമുക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഈ ദൂതുകളെ നമുക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കരുത്. കണ്ണടച്ച് അടുത്ത് നിൽക്കുന്നവരെ പോലും നോക്കണ്ട. കണ്ണടച്ച് അല്പനേരം പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതുകൾ, വെളിപ്പാടുകൾ ഇന്ന് വിടുതലാകണം. പ്രവൃത്തി പൗലോസ് പറയാ, ക്രിസ്തുവിലുള്ള വിശ്വാസം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം എന്നോട് ഇടപെട്ട ദൂതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഒരു മായവാടി ഉലയുന്നത് പോലെ ചിലരുടെ വിശ്വാസം ഉലയുന്നത് ദൈവം എന്നെ കാണിക്കുക. പ്രാർത്ഥിച്ച ദൈവത്തോട്, ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ട്, എന്നാൽ ഉറയ്ക്കേണ്ടതുപോലെ ഉറയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവൃത്തിയോടുകൂടിയ വിശ്വാസത്തിലേക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ വിശ്വാസത്തോട് പോരാടുന്ന ചില പോരാട്ട ശക്തികൾ ഇന്ന് പകൽ അണിയുന്ന
വിശ്വാസ ജീവിതത്തോടുള്ള
പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. എന്താ ദൂത്? ഞാൻ അവസാന ദൂതിലേക്ക് വരിക. നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കരുത്. നിന്റെ വിശ്വാസ ജീവിതത്തോട് പോരാടുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തോട് പോരാടുന്നു. പോരാട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പിടിച്ചു കെട്ടുകയാണ്. പിടിച്ചു കെട്ടുക. നീ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നീ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകരുത്. നിനക്കൊരു മറുപടി ഉണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. ശക്തിയോടെ പ്രാർത്ഥിച്ചേ, ശക്തിയോടെ പ്രാർത്ഥിച്ചേ. നിനക്കൊരു മറുപടി ഉണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. ദീപാലാപ സന്തരാജനാദിയ അർത്ഥപ്രവാചകൽ പ്രവർത്തനാദിയ. അവസാനത്തെ ദൂത് പറഞ്ഞ് ഞാൻ അല്പനേരം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ലെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് കളഞ്ഞില്ലെങ്കിൽ, നീ ഉറപ്പോടെ നിന്നാൽ, ഉറപ്പോടെ നിന്നാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഉറപ്പോടെ നിന്നാൽ, ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയാം. 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് പറയുന്നു. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നിനക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവശക്തി
എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചു. നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ താണിരുന്നാട്ടെ. ഹോറാഗാബാസിയം തൽപ്രവസി